നമസ്കാരം. ആളില്ലാത്ത പോസ്റ്റിലേക്ക് ഗോളടിച്ചു കയറ്റുന്നവനാണ് പിണറായി സർക്കാർ എന്നൊരു കരക്കമ്പിയുണ്ട്. അക്കാര്യം അങ്ങ് തള്ളിക്കളയാൻ സാധിക്കുന്ന ഒന്നല്ലെന്ന് കഴിഞ്ഞ ദിവസം മുഖ്യമന്ത്രിയുടെ പ്രകടനത്തിലൂടെ വ്യക്തമായി. 18 വർഷത്തോളം ചെയ്യാത്ത തെറ്റിന് ജയിൽവാസം അനുഭവിച്ച് വധശിക്ഷ കാത്തുകിടന്ന റഹീമിനു വേണ്ടി 34 കോടി രൂപ ജാതി ഭേദമന്യേ ബോബി ചെമ്മണ്ണൂരും സുരേഷ് ഗോപിയും പ്രധാനമന്ത്രി നരേന്ദ്രമോദിയും ഇന്ത്യൻ എംബസിയും സോഷ്യൽ മീഡിയയും ജനങ്ങളുമെല്ലാം ചേർന്ന് നിന്ന് സ്വരൂപിച്ചു. ആ ഒരു സംഭവത്തെ രാഷ്ട്രീയ വിഷയമാക്കി വളച്ചൊടിക്കാൻ മുഖ്യമന്ത്രി കാണിച്ച ആ മനസ്സ് കാണുമ്പോൾ ഇത്തരത്തിൽ നമുക്ക് പറയേണ്ടി വരും. അബ്ദുൾ റഹീമിന് വേണ്ടി 34 കോടി ശേഖരിച്ചതിനെ കേരള സ്റ്റോറിയാക്കി, അതായത് ദ റിയൽ കേരള സ്റ്റോറിയാക്കി മാറ്റാനുള്ള മുഖ്യമന്ത്രിയുടെ ആ നന്ദി പ്രസംഗം നമ്മൾ ശ്രദ്ധിക്കേണ്ടതുണ്ട്. ഇതാണ് യഥാർത്ഥ കേരള സ്റ്റോറി എന്ന് മുഖ്യമന്ത്രി പറഞ്ഞതിന് മറ്റൊരു അർത്ഥം കൂടെയുണ്ട്. ദ കേരള സ്റ്റോറി എന്ന സിനിമ അത് കേരളത്തിന്റെ കഥയല്ല എന്നൊരർത്ഥം. എന്ന് വെച്ചാൽ സിനിമയെ എതിർത്തുകൊണ്ടിരിക്കുന്ന CPMന് ഡയലോഗ് അടിക്കാൻ റഹീമിന്റെ ജീവിതം ഒരു കച്ചിത്തുരുമ്പായി കിട്ടിയെന്ന് ചുരുക്കം. എന്തായാലും മുഖ്യന്റെ ഗോളിയില്ലാത്ത പോസ്റ്റിലേക്കുള്ള ഈ ഗോളടി ഒന്നുകൂടെ ചർച്ചയാകുകയാണ്. മുഖ്യന്റെ ഈ തന്ത്രത്തെ ചോദ്യം ചെയ്തുകൊണ്ട് നടൻ ഹരീഷ് പേരടി ഉൾപ്പെടെ രംഗത്തെത്തിയിട്ടുണ്ട്. റഹീമിന്റെ കഥ അത് ചുളിവിലാരും ഒറിജിനൽ കേരള സ്റ്റോറി ആക്കേണ്ട എന്നാണ് അദ്ദേഹം പറയുന്നത്. ഇത് കേരളത്തിന്റെ മാത്രം സ്റ്റോറി അല്ല എന്നും അദ്ദേഹം ഫേസ്ബുക്കിൽ കുറിക്കുകയുണ്ടായി. ഒരു മതരാഷ്ട്രീയത്തിന്റെ പ്രത്യേക നിയമനത്തിനെ മറികടക്കാൻ മറ്റൊരു വഴിയുമില്ലാതായപ്പോഴാണ് ആ നിയമത്തെ മനസ്സില്ലാ മനസ്സോടെ അംഗീകരിച്ച് ലോകമെമ്പാടുമുള്ള മനുഷ്യത്വം കാത്തുസൂക്ഷിക്കുന്ന മനുഷ്യർ ഒന്നിച്ച് സഹകരണത്തിന്റെ സ്റ്റോറിയിലേക്ക് എത്തിയത്. അഥവാ മനുഷ്യത്വത്തിന്റെ ഒറിജിനൽ സ്റ്റോറി മാത്രമാണ് അത് കേരള സ്റ്റോറി അല്ല. ആ 34 കോടിയിൽ മലയാളികൾ മാത്രമല്ല, അതിൽ ഇന്ത്യയിലെ മറ്റ് സംസ്ഥാനത്തിലുള്ളവരുമുണ്ട്. വ്യത്യസ്ത മതവിഭാഗക്കാരുണ്ട്. എല്ലാ രാഷ്ട്രീയത്തിലെയും വിദേശ പൗരന്മാരുണ്ട്. എന്തിന് സൗദിയിലെ അറബികൾ പോലും ഉണ്ടാകും. ഇതായിരുന്നു അദ്ദേഹം പറഞ്ഞത്. ഇവിടെ ബോച്ചയുടെ പ്രസക്തി 1 കോടി കൊടുത്ത് വീട്ടിൽ പോയി കിടന്നുറങ്ങാതെ അയാൾ ആ ജനകീയ മുന്നേറ്റത്തിന് നേതൃത്വം നൽകി എന്നുള്ളതാണ്. അയാളുടെ പൂർവ്വകാല ചരിത്രവും ഭാവിയിലെ അയാളുടെ നിലപാടുകളും ഇവിടെ പ്രസക്തമല്ല. ഈ വിഷയത്തെ അയാൾ മാനുഷികമായി സമീപിച്ചു എന്നത് തന്നെയാണ് പ്രസക്തം. മനുഷ്യർക്ക് പരസ്പരം സഹകരിക്കാതെ ഒരടി പോലും മുന്നോട്ട് പോകാൻ പറ്റില്ല എന്ന ഈ വിഷയം നമ്മെ ഓർമ്മപ്പെടുത്തുകയാണ്. അത് മതമായാലും ജാതിയായാലും വർണ്ണമായാലും രാഷ്ട്രീയമായാലും എന്തായാലും മനുഷ്യത്വം ജയിക്കട്ടെ. ഈ വാക്കുകളിലൂടെയാണ് അദ്ദേഹം അദ്ദേഹത്തിന്റെ ഫേസ്ബുക്ക് കുറിപ്പ് അവസാനിപ്പിച്ചത്. അതേസമയം ഈ ഒരു വിഷയത്തെ കേരള സ്റ്റോറിയുമായി കണക്ട് ചെയ്യാനാണ് മുഖ്യമന്ത്രി പ്രത്യക്ഷത്തിൽ ശ്രമിക്കുന്നത് എന്നതാണ് വാസ്തവം. അതേസമയം കഴിഞ്ഞ ദിവസമാണ് സൗദി അറേബ്യയിൽ വധശിക്ഷയ്ക്ക് വിധിക്കപ്പെട്ട ജയിലിൽ കഴിയുന്ന കോഴിക്കോട് സ്വദേശി അബ്ദുൾ റഹീമിന്റെ മോചനത്തിനുള്ള മുഴുവൻ പണവും സമാഹരിക്കപ്പെടുന്നത്. 34 കോടി രൂപ ചുരുങ്ങിയ സമയം കൊണ്ട് തന്നെ സമാഹരിക്കുകയായിരുന്നു. അബ്ദുൾ റഹീമിന്റെ മോചനത്തിനായി ആരംഭിച്ച ട്രസ്റ്റ് വഴിയായിരുന്നു ധനസമാഹരണം. 31,93,46,568 രൂപ ഇതിനായി ആരംഭിച്ചിരിക്കുന്ന ബാങ്ക് അക്കൗണ്ട് വഴി തന്നെ ലഭിച്ചു എന്നാണ് കണക്ക്. 2.52 കോടി രൂപ പണമായി നേരിട്ട് വീട്ടിലെത്തിക്കുമെന്നും ട്രസ്റ്റ് ഭാരവാഹികൾ വ്യക്തമാക്കുകയുണ്ടായി. തുക ഇന്ത്യൻ എംബസി വഴി സൗദി കുടുംബത്തിന് കൈമാറാനാണ് തീരുമാനം. 2006 ഇങ്ങനൊരു സംഭവം നടക്കുന്നത്. 2006 അബ്ദുൾ റഹീമിന്റെ ഭാഗത്തു നിന്നും മനഃപൂർവ്വമല്ലാത്ത കൈപ്പിഴവ് മൂലം സൗദി സ്വദേശിയായ 15കാരൻ മരിച്ചതാണ് സംഭവം. തുടർന്ന് റിയാദിലെ കോടതി ഇയാൾക്ക് വധശിക്ഷ വിധിക്കുകയായിരുന്നു. 18 വർഷമായി ഇയാൾ സൗദി ജയിലിൽ കഴിയുകയാണ്. 15കാരന്റെ കുടുംബവുമായി നിരവധി തവണ ബന്ധപ്പെടാൻ ശ്രമിച്ചുവെങ്കിലും അവർ മാപ്പ് നൽകാൻ തയ്യാറായിരുന്നില്ല. പക്ഷേ ഒടുവിൽ ഇപ്പോൾ 34 കോടി ഇന്ത്യൻ രൂപ നൽകാമെന്ന് സമ്മതിച്ചതോടെ അബ്ദുൾ റഹീമിന് മാപ്പ് നൽകാമെന്ന് കുടുംബം അറിയിച്ചിരിക്കുകയാണ്. ഇതിലൂടെ വലിയൊരു മാറ്റം തന്നെയാണ് സംഭവിച്ചുകൊണ്ടിരിക്കുന്നത്. ഈ ഒരു സാഹചര്യത്തിലാണ് മുഖ്യമന്ത്രി ഈ വിഷയത്തെ വളച്ചൊടുക്കാൻ ശ്രമിക്കുന്നത്. മുഖ്യമന്ത്രി മാത്രമല്ല, ചില അന്തംകമ്മികളും അതുപോലെ തന്നെ മറ്റു ചിലരുമെല്ലാം ഈ വിഷയത്തിന് പിന്നാലെയുണ്ട്. വിഷയത്തെ കേരള സ്റ്റോറിയുമായി അടുപ്പിക്കാൻ, അല്ലെങ്കിൽ ദ കേരള സ്റ്റോറി എന്ന സിനിമയെ അത് സിനിമയല്ല, അതൊരു വർഗീയ സിനിമയാണ് എന്നുള്ള രീതിയിലേക്ക് മാറ്റാനുള്ള ശ്രമം ഇതിന് പിന്നാലെ നടക്കുന്നുണ്ട്. എന്തായാലും ഇതെല്ലാം ജനങ്ങൾ തിരിച്ചറിയുന്നുണ്ട് എന്നതാണ് വാസ്തവം.